നമസ്കാരം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി മരുതൂർ തൊണ്ടിയന്നൂരിലെ കരിങ്കൽ കോറി താലൂക്ക് വികസന സമിതി യോഗത്തിലും പരാതി. അടുത്ത ദിവസം തന്നെ പാറമട സന്ദർശിച്ച് റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്ന് ഭൂരേഖ തഹസിൽദാർ ഗിരിജ ദേവി. മണർക്കാട് CVR ആശുപത്രി നിക്ഷേപ തട്ടിപ്പ്. ഷെയർ ഹോൾഡർമാരുടെ യോഗം വിളിച്ചു ചേർക്കാമെന്ന് പറഞ്ഞ് ഉടമ മുങ്ങി. CVR ആശുപത്രിക്ക് മുൻപിലും റിഷാദിന്റെ വീടിന് മുൻപിലും പന്തൽ കെട്ടി സമരം നടത്തുമെന്ന് നിക്ഷേപകർ. അംഗനവാടികളിൽ ഉച്ചഭക്ഷണത്തിന് അരിയില്ല. ഭിക്ഷാടന സമരവുമായി മുസ്ലിം ലീഗ്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഭിക്ഷാടനത്തിനായി വീടുകൾ കയറിയിറങ്ങിയത്. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലാഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ തെയ്യം കെട്ട് മഹോത്സവവും. ഫെബ്രുവരി 12, 13 തീയതികളിലായി പൂരവും പ്രസിദ്ധമായ കാളവേലയും നടക്കും. ഒറ്റപ്പാലം കണിയമ്പുറത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മനുശ്ശേരി സ്വദേശി ശ്രീരാഗാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. പട്ടാമ്പി മരുതൂർ തൊണ്ടിയന്നൂരിലെ കരിങ്കൽ കോറി താലൂക്ക് വികസന സമിതി യോഗത്തിലും പരാതി. റവന്യൂ സംഘം അടുത്ത ദിവസം തന്നെ പാറമട സന്ദർശിച്ച് റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്ന് ഭൂരേഖ തഹസിൽദാർ ഗിരിജ ദേവി അറിയിച്ചു. ഭാരതപ്പുഴയിലെ മാലിന്യ പ്രശ്നവും സമിതിയിൽ ചർച്ചയായി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊണ്ടിയന്നൂരിൽ പ്രവർത്തനം തുടങ്ങിയ കരിങ്കൽ കോറിക്കെതിരെ വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് വിഷയം കഴിഞ്ഞ ദിവസം ചേർന്ന താലൂക്ക് വികസന സമിതിക്ക് മുന്നിലെത്തിയത്. ഇവിടേക്കുള്ള വഴി തണ്ണീർത്തടം നികത്തിയതാണെന്നും വനംവകുപ്പിന്റെ സ്ഥലത്തിലൂടെ അനധികൃതമായാണ് വഴി വെട്ടിയിട്ടുള്ളതെന്നും യോഗത്തിൽ ആരോപണമുയർന്നു. തുടർന്നാണ് റവന്യൂ സംഘം അടുത്ത ദിവസം തന്നെ പാറമട സന്ദർശിച്ച് റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്ന് ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി അറിയിച്ചത്. പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് അധികൃതരും ഈ സ്ഥലം പരിശോധിച്ചിട്ടുണ്ട്. പക്ഷെ അവരത് അത് തിട്ടപ്പെടുത്തി സ്കെച്ച് ലഭ്യമാക്കുന്നത് വരെ ഈ വഴി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് താൽക്കാലികമായിട്ട് തടഞ്ഞിട്ടുണ്ട് എന്നാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വഴിക്ക് പകരമായിട്ട് അവർ പുതിയ വഴി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഈ വഴി നിലം നികത്തിയിട്ടാണ് അവർ പുതുതായി നിർമ്മിച്ച വഴിയാണെന്നാണ് ഇപ്പോൾ പരാതി. ആ പരാതി സംബന്ധിച്ച് ആ സ്ഥലം സന്ദർശിച്ച് നേരിട്ട് നമ്മൾ പരിശോധിക്കുന്നതാണ്. അതിനുശേഷം നിയമാനുസൃതമുള്ള നടപടിക്ക് വേണ്ടി നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് വിവരം റിപ്പോർട്ട് ചെയ്യും. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച സമിതി കോറിക്കെതിരെ ഹൈക്കോടതിയിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും സ്റ്റേ ലഭിച്ചിട്ടില്ല. അടുത്ത ദിവസങ്ങളിൽ കോടതി പരാതി പരിഗണിച്ച ശേഷം സ്റ്റേ ലഭിക്കുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം AN നീരജ് തുടങ്ങിയവരാണ് ഇക്കാര്യം സമിതിയിൽ ഉന്നയിച്ചത്. ജൽജീവൻ മിഷൻ പൈപ്പിടൽ അടക്കമുള്ള വിഷയങ്ങളും സമിതിയിൽ ചർച്ചയായി. പദ്ധതിയുടെ പൈപ്പിടൽ ഉടൻ പൂർത്തിയാക്കണമെന്ന് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പൈപ്പിടൽ പൂർത്തിയായില്ലെങ്കിൽ പഞ്ചായത്തിന്റെ റോഡ് നവീകരണമടക്കം അനിശ്ചിതത്വത്തിലാവുമെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു. പട്ടാമ്പി പട്ടണത്തിലെ ഹോട്ടലുകളിൽ നിന്നും ഓടകളിലേക്ക് തുറക്കുന്ന മാലിന്യക്കുഴലുകൾ അടയ്ക്കുന്നതിനായി നടത്തുന്ന പരിശോധനകൾ ഭക്ഷണശാലകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്ന് പരാതി ഉയർന്നു. മലിനജലം ഭാരതപ്പുഴയിലേക്ക് പോകുന്നത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഹോട്ടലിൽ കണ്ടില്ല. ഹോട്ടലിൽ പറയുന്നത് ഞങ്ങൾ മലിനജലം പോകുന്നില്ല, ഞങ്ങൾ ടാങ്ക് കിട്ടിയിട്ടുണ്ട്. അവർ പറയുന്നു ടാങ്ക് ഉള്ളിൽ കൂടെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും പിറ്റത്തെ ദിവസം ചില ഹോട്ടലുകൾ അടച്ചു, ചിലത് തുറന്നു, ചില ഹോട്ടലുകൾ ഇന്നും തുറക്കാതെ കാണില്ല. അപ്പൊ ഒന്നാമതായി നിർദ്ദേശിക്കാറുണ്ട്, ഒരു സ്ഥാപനം അടക്കാൻ യാതൊരു മാനദണ്ഡമില്ല. നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം അത് അടക്കാൻ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് വന്നിട്ട് ഇപ്പം അടക്കണം എന്ന് പറയാൻ കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിലേക്ക് ചോരുന്ന ഓടകളിലേക്ക് മാലിന്യം ഒഴുക്കുന്ന പരിശോധനകൾ അനിവാര്യമാണെന്നും പരിശോധനകൾ കർശനമാക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ O ലക്ഷ്മിക്കുട്ടി അറിയിച്ചു. നോക്കിയപ്പോഴാണ് പല ഓർഡറും നേരിട്ടാണ് ഡൽഹി ചായയിലേക്ക് വന്നിട്ട് അടികൊണ്ടിരുന്നത്. അതൊക്കെ അടപ്പിക്കാനുള്ള നിർദ്ദേശം കൂടി കൊടുത്തിട്ടാണ് പോകുന്നത്. നമുക്ക് 1-2 പ്രാവശ്യം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും അവർ അതിനെ പ്രവൃത്തി ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് അടപ്പിക്കാൻ തന്നെ പറയുന്നത്. അതാണ് അവിടെ സംഭവിച്ചിരുന്നത്. പിന്നെ നിങ്ങൾ സൂചിപ്പിച്ച കാര്യം ടാങ്ക് കെട്ടി ചെയ്യണത്, നമ്മൾ വലിയൊരു സീവേജ് പ്ലാന്റിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് അവിടുത്തെ സ്ഥലം അവർ വന്ന് നോക്കിയപ്പോൾ ശരിയല്ല, ബോധ്യപ്പെട്ടത് അത് ശരിയല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗർഭാന്റെ പ്ലാന്റിൻ്റെ അവിടെയാണ് ഇപ്പോൾ അവർക്ക് സ്ഥലം ബോധ്യപ്പെട്ടത്.
അത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാ മാലിന്യങ്ങളും, അതായത് സിവേജ് എല്ലാ മാലിന്യങ്ങളും കളക്ട് ചെയ്ത് നേരെ കൊണ്ടുപോയി അവിടെ ഇങ്ങനെ വലിയ ടാങ്ക് നിർമ്മിച്ച് ആധുനിക രീതിയിലുള്ള ഒരു ടാങ്ക് പദ്ധതിയാണ് നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ NK അബ്ദുൽ ലത്തീഫ്, A ആനന്ദവല്ലി, KK അസീസ്, ഡെപ്യൂട്ടി തഹസിൽദാർ V സെയ്ദു മുഹമ്മദ്, PT മുഹമ്മദ്, CM അലി തുടങ്ങിയവർ സംസാരിച്ചു. ഷെയർ ഹോൾഡർമാരുടെ യോഗം വിളിച്ച് CVR ആശുപത്രി ഉടമ മുങ്ങി. നിക്ഷേപകർ ആശുപത്രിയിലും ഉടമയുടെ വീട്ടിലും എത്തി പ്രതിഷേധിച്ചു. പന്തൽ കെട്ടി സമരം ചെയ്യുമെന്നും നിക്ഷേപകർ. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്താനെത്തിയ CVR ആശുപത്രി ഉടമ CV മുഹമ്മദ് റിഷാദിനെ നിക്ഷേപകർ തടഞ്ഞിരുന്നു. ഷെയർ ഹോൾഡർമാരുടെ യോഗം വിളിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് നിക്ഷേപകരുടെ മുൻപിൽ നിന്ന് റിഷാദ് രക്ഷപ്പെട്ടത്. ഇതേ തുടർന്ന് ശനിയാഴ്ച 3 മണിക്ക് ആശുപത്രി നിക്ഷേപകർ കൂട്ടമായി ആശുപത്രിയിലെത്തി. 4 മണി കഴിഞ്ഞിട്ടും റിഷാദ് വരാത്തതിനെ തുടർന്ന് നിക്ഷേപകർ റിഷാദിന്റെ വീട്ടിലെത്തി പ്രതിഷേധിച്ചു. നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാതെ പിന്മാറുന്ന പ്രശ്നമില്ലെന്ന് നിക്ഷേപകർ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി CVR ആശുപത്രിക്ക് മുൻപിലും റിഷാദിന്റെ വീടിന് മുൻപിലും പന്തൽ കെട്ടി സമരം നടത്തുമെന്ന് നിക്ഷേപകർ പറഞ്ഞു. നൂറ്റിക്കണക്കിന് ആളുകൾ 300 മുകളിൽ ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ട് 10 മിനിറ്റോ 15 മിനിറ്റോ മുമ്പ് ഇവൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താണ് ഇതിന് മറുപടി പറയേണ്ടത്? ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഇതിന്ന് പിന്മാറില്ല. ഞങ്ങളെ ജീവൻ കുരുതി കൊടുത്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗമില്ല. കാരണം ഇതിൽ ഞങ്ങൾ മിനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ ഇതിൽ പലരും രോഗികളാണ്, പലരും പൈസ ഇല്ലാത്ത ആളുകളാണ്, പലരും കൂലിപ്പണിക്കാരാണ്, എല്ലാവരും കൂലിപ്പണിക്കാരാണ്. ഇതിൽ നിന്ന് ഈ ഡിപ്പോസിറ്റ് ചെയ്തിരുന്ന ആളുകൾ പലരും ഇതിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയല്ല. പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇതിന് ബാഡ് കമന്റ് ഇടുന്ന കുറെ പീക്ര ആളുകൾ, എടാ നിങ്ങൾക്കൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളൊക്കെ കാശ് കൊടുക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. ഇനി ഞങ്ങൾ ഇതിനൊരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിന്റെ ഉള്ളിൽ റിഷാദിനൊരു തീരുമാനം ഞങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ അവന്റെ വീടും അവന്റെ തറവാട്ടിലും CVRന്റെ മുമ്പിലും ഈ 3 സ്ഥലത്ത് ഇപ്പൊ താൽക്കാലികം പന്തല് കെട്ടി സമരം എന്നോണം ഞങ്ങൾ കുത്തിയിരിപ്പ് സമരം പ്രഖ്യാപിച്ചാൽ ഞങ്ങളെ പിന്നെ ഒരു നിയമത്തിനും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ഏത് വക്കീലിനെ വെച്ചാലും, നിങ്ങൾ ഏത് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് അവരെ സ്വാധീനിച്ചാലും ഞങ്ങൾ പുറകോട്ട് പോകില്ല. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടികളിൽ ഉച്ചഭക്ഷണത്തിനുള്ള അരിയില്ലെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗ് കൊമ്പാക്കൽക്കുന്ന് വാർഡ് കമ്മിറ്റി പ്രതീകാത്മക ഭിക്ഷാടനം നടത്തി. വീടുകളിൽ കയറി വിഷയം പറഞ്ഞായിരുന്നു അരി വാങ്ങിയത്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മിക്ക അങ്കണവാടികളിലും ഉച്ചഭക്ഷണത്തിനുള്ള അരിയില്ല. വിദ്യാർത്ഥികളും അധ്യാപകരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി കൊണ്ടാണ് ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്നതെന്നും ആരോപിച്ചാണ് മുസ്ലിം ലീഗ് കൊമ്പാക്കൽക്കുന്ന് വാർഡ് കമ്മിറ്റി പ്രതീകാത്മക ഭിക്ഷാടനം നടത്തിയത്. നാട്ടിലെ 9ാം വാർഡ് കൊമ്പാക്കൽക്കുന്നിൽ ഇന്നലെ ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായി. കുട്ടികളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും അരി ടീച്ചർമാർ പിരിച്ചിട്ടാണ് കഞ്ഞി വെച്ച് കൊടുക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് ടീച്ചറുടെ വീട്ടിൽ നിന്ന് പോലുമാണ് കൊണ്ടുവന്നത് എന്നുള്ളൊരു എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിൽ ടീച്ചർ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വീട് കയറി അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടി അരി പിരിക്കുന്ന ഒരു പ്രതിഷേധമാണ് ഇവിടെ അറിയിക്കുന്നത്. വിഷയം അവതരിപ്പിച്ചുകൊണ്ടുള്ള പ്ലക്കാർഡുകളും ഏന്തിയായിരുന്നു പ്രവർത്തകർ വീടുകളിലെത്തിയത്. അങ്കണവാടികളിലെ അരിക്ഷാമം വീട്ടുകാരോട് പറഞ്ഞ് അരി ചോദിച്ചു വാങ്ങി. ഇവിടെ അംഗൻവാടിയിലെ ഉച്ചക്ക് കഞ്ഞി വെക്കാൻ അരിയില്ല. അപ്പോൾ അതിൽ നിങ്ങൾ കഴിയുന്നത് സഹായിക്കുക. വിഷയം ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടാനാണ് ഇത്തരത്തിലൊരു സമരത്തിന് മുതിർന്നത്. ഇനിയും വിഷയത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. അംഗനവാടികളിലുള്ള ഉച്ചഭക്ഷണത്തിനുള്ള തടസ്സം
നമ്മളെല്ലാ അംഗനവാടികളിലും വിളിച്ചന്വേഷിക്കുമ്പോഴും ഇത് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത് താഴേക്കോട് പഞ്ചായത്ത് ഭരണസമിതിയാണ്. അത് നമ്മുടെ ഭരണസമിതിക്ക് മുന്നിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഭിക്ഷാടനമാണ് നമ്മുടെ മുസ്ലിം ലീഗ് കമ്മിറ്റി 9-ാം വാർഡിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പ്രതീകാത്മകം മാത്രമാണ്. പക്ഷേ ഇത് ഇനിയും ഈ ഒരു ദുരവസ്ഥ തുടരുകയാണെങ്കിൽ ഇതൊരു കടുത്ത പ്രതിഷേധ സ്വരമായിട്ട് തന്നെ മാറുമെന്നാണ്. താഴേക്കോട് പഞ്ചായത്ത് വനിതാ ലീഗ് സെക്രട്ടറി അഫ്സത്ത് ഹംസ ആലാലുക്കൾ, യൂത്ത് ലീഗ് താഴേക്കോട് പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് TP റാഷിദ്, 9-ാം വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി സുബൈർ TP, വാർഡ് വനിതാ ലീഗ് സെക്രട്ടറി ഷെരീഫ കളത്തിൽ, MSF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി K മുർഷിദ്, MSF അംഗങ്ങളായ TT ആഷിഖ്, TP ഫാസിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 21-ന് രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച വായില്യംകുന്ന് പാടശേഖരം കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. അടിയത്ത് വീട്ടിൽ അജിത്തിന്റെ 50 സെന്റ് കൃഷിയിടത്തിലെ ഞാലിപ്പൂവൻ വാഴകളും കവുങ്ങുകളും തെങ്ങിൻ തൈകളുമാണ് സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചിരുന്നത്. കടമ്പഴിപ്പുറം വായില്യംകുന്ന് അടിയത്ത് വീട്ടിൽ അജിത്തിന്റെ 50 സെന്റ് കൃഷിയിടത്തിലെ ഞാലിപ്പൂവൻ വാഴകളും കവുങ്ങുകളും തെങ്ങിൻ തൈകളുമാണ് സാമൂഹിക വിരുദ്ധർ കവർച്ച ചെയ്യുകയും വെട്ടി നശിപ്പിക്കുകയും ചെയ്തത്. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. 300ഓളം വാഴകൾ വെട്ടി നശിപ്പിക്കുകയും പാകമായ ഞാലിപ്പൂവൻ വാഴക്കുലകൾ മോഷ്ടിച്ച് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. 200ഓളം കവുങ്ങിൻ തൈകളും സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിട്ടുണ്ട്. നാവികസേനയിൽ നിന്നും റിട്ടയർ ചെയ്തു വന്ന് കൃഷിയിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് അജിത്ത്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ പോലീസ് കൃത്യമായ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. സാധാരണ പോലെ പോലീസ് വെറുതെ വന്ന് അന്വേഷിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടാവരുതെന്നും കർഷകന് പൂർണ്ണ പിന്തുണ നൽകണമെന്നും നേതാക്കൾ അറിയിച്ചു. കൃഷി നശിപ്പിക്കുന്ന പ്രവണതയെ ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ പറ്റില്ല. അത് നിയമത്തിൻ്റെ മുകളിൽ ഇത്തരം പ്രവൃത്തി ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. അതിന് നിയമത്തിൻ്റെ വഴിയിൽ ശ്രീഷോറം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് കൃത്യമായിട്ടും സുതാര്യമായും അന്വേഷണം നടത്തും എന്ന ഒരു പ്രതീക്ഷയുണ്ട്. കൃത്യമായ അന്വേഷണം നടത്തിയാൽ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടിക്കപ്പെടും എന്നാണ് വിശ്വസിക്കുന്നത്. സമീപ പ്രദേശങ്ങളിലെല്ലാം തന്നെ CCTV ക്യാമറകളും എല്ലാം തന്നെ ധാരാളമുണ്ട്. സംഭവമുണ്ട്. അപ്പോൾ ഈ കടമ്പഴിപ്പുറത്തെ സംബന്ധിച്ചോളം പല കേസുകളും പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി അവിടെ കൊടുക്കുക. ആ പരാതി 2 ദിവസവും 3 ദിവസവും പോലീസ് വരും, അന്വേഷണം നടത്തും. അത് ഒന്നും കിട്ടാണ്ട് അത് അവിടെ അനിശ്ചിതമായി അവിടെ ഫയലിൽ ഒതുങ്ങുക മാത്രമാണ്. ഇതും അങ്ങനെ ഫയലിൽ ഒതുങ്ങുക ആവാൻ പാടില്ല എന്നാണ്. അതിനുവേണ്ടി കൃഷിക്കാരുമായിട്ടും ഈ ഭാഗത്തുള്ള ആളുകളുമായി സഹകരിച്ച് ഒറ്റക്കെട്ടായി ഇതിലെ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടി മാതൃകാപരമായുള്ള ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിനും. മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും കടമ്പഴിപ്പുറം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റുമായ P മുരളീകൃഷ്ണൻ, കടമ്പഴിപ്പുറം 12-ാം വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് A രവീന്ദ്രൻ, മുൻ വാർഡ് മെമ്പറും മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായ പ്രദീപ് MP, വേട്ടക്കര വാർഡ് പ്രസിഡന്റ് രാമചന്ദ്രൻ C, INTUC മുൻ മണ്ഡലം പ്രസിഡന്റ് ഫിറോസ് പാറക്കൽ, രാധാകൃഷ്ണൻ V, പുലാപ്പറ്റ മണ്ഡലം ഭാരവാഹി PS കൃഷ്ണകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ദിന ബോധവൽക്കരണ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ജില്ലാ ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച ബോധവൽക്കരണ സന്ദേശയാത്ര കിംസ് അൽഷിഫയിൽ സമാപിച്ചു. ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ ഭാഗമായി കിംസ് അൽഷിഫ ക്യാൻസർ രോഗ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണയിൽ ബോധവൽക്കരണ യാത്ര സംഘടിപ്പിച്ചത്. ജില്ലാ ആശുപത്രിയിൽ നിന്നും ആരംഭിച്ച ക്യാൻസർ ബോധവൽക്കരണ സന്ദേശയാത്ര കിംസ് അൽഷിഫ ആശുപത്രിയിൽ സമാപിച്ചു. പെരിന്തൽമണ്ണ IMA, പെയിൻ ആൻഡ് പാലിറ്റീവ് യൂണിറ്റ്, BDK, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വിവിധ കോളേജുകളിലെ NSS യൂണിറ്റുകൾ, IMA വനിതാ വിഭാഗം തുടങ്ങിയവർ ക്യാൻസർ ദിന ബോധവൽക്കരണ യാത്രയുമായി സഹകരിച്ചു. 100 കണക്കിന് വിദ്യാർത്ഥികളും ആരോഗ്യ, സാമൂഹ്യ സേവന, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേർ സന്ദേശയാത്രയിൽ പങ്കെടുത്തു. ബോധവൽക്കരണ യാത്ര IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. ഇത് അവബോധം കൊണ്ട് മാത്രമേ ആളുകൾക്ക് മനസ്സിലാവൂ എങ്ങനെയാണ് ഇത് സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടതെന്നും മറ്റും നമ്മൾ ആളുകളിൽ എത്തിക്കണം. ആളുകളോട്, ഓരോ രോഗികളോട്, നമ്മുടെ മുന്നിൽ വരുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇങ്ങനെയുള്ള ഈ ബോധവൽക്കരണ യാത്രകൾ, ഈ നടത്തം മറ്റും അതിനുവേണ്ടി ഉപകരിക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. രണ്ടാമത് പറയാനുള്ളത് ട്രീറ്റ്മെൻറ്റാണ്.
കൃത്യമായുള്ള ചികിത്സ. പലപ്പോഴും നമുക്കൊരാൾക്ക് ഒരു ശരീരത്തിന് എവിടെയെങ്കിലും ഒരു മുഴ വന്നാൽ അടുത്ത വീട്ടിലെ ആളുകളോട് ചോദിക്കും ഇതെന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പല മെത്തേഡ്സ് പറഞ്ഞു കൊടുക്കും. അതല്ല, ഇതിന് കൃത്യമായ ചികിത്സയുണ്ടെന്നും ഏത് സ്റ്റേജിലുള്ള ക്യാൻസറും ചികിത്സിച്ചു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടെന്നും എന്നുള്ളത് നമ്മൾ ആളുകളിലേക്ക് വീണ്ടും എത്തിക്കേണ്ടതുണ്ട്. അതിന് പലതരത്തിലുള്ള ചികിത്സയുണ്ട്. ഇപ്പം അതിനെക്കുറിച്ചെല്ലാം ഡോക്ടർ ഫവാസ് അലി നിങ്ങളോട് പറയും. അപ്പം ഈ കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കുകയും ഈ ആളുകളെ അത് ബോധവൽക്കരിക്കുകയും ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വേറൊരു കാര്യം പറയാനുള്ളത്, ജീവിതശൈലി കൊണ്ട് ഈ ക്യാൻസർ രോഗം ഉണ്ടാകും. ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക, നമ്മുടെ ഭക്ഷണക്രമങ്ങളിൽ മാറ്റം വരുത്തുക, വ്യായാമശീലം പരിശീലിപ്പിക്കുക, ഇതെല്ലാം ആളുകളിൽ എത്തിക്കാൻ ഇങ്ങനെയുള്ള ഈ പരിപാടികൾ നല്ലതാണ്. കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ബിന്ദു ക്യാൻസർ ബോധവൽക്കരണ ബുക്ക് പ്രകാശനം ചെയ്തു. ക്യാൻസർ യോഗ വിഭാഗം മേധാവി ഡോക്ടർ ഫവാസ് അലി ക്യാൻസർ ബോധവൽക്കരണ ദിന സന്ദേശം നൽകി. CO പ്രിയൻ KC, ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ VT, ഡോക്ടർമാരായ നിലാർ മുഹമ്മദ്, അഹമ്മദ് യഹിയ, സജു സേവ്യർ, ജാഫർ CP, ജലീൽ തൗഫീഖ്, ആമിന നൌഷാദ്, താനിയ, ശരണ്യ രത്നാകരൻ, സാമൂഹ്യ പ്രവർത്തകൻ KR രവി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി സെയ്ദ് അലവി, BDK പ്രതിനിധി ആഷിഖ്, ഷൈജൽ KP എന്നിവർ സന്നിഹിതരായിരുന്നു. ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് കിംസ് അൽഷിഫയിൽ ചികിത്സ തേടുന്ന അർഹതപ്പെട്ട 10 പേർക്ക് ക്യാൻസർ സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുമെന്ന് കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ പി ഉണ്ണീൻ അറിയിച്ചു. കീമോതെറാപ്പി ഉൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സകൾ സ്വാന്തനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യ നിരക്കിൽ കിംസ് അൽഷിഫയിൽ ചെയ്തു വരുന്നതായി അദ്ദേഹം അറിയിച്ചു. പട്ടാമ്പി 110 നേർച്ച. കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഓഫീസ് തുറന്നു. മന്ത്രി AK ശശീന്ദ്രൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ചു. മാർച്ച് 2, 3 തീയതികളിലായി നടക്കുന്ന പട്ടാമ്പി നേർച്ചയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസാണ് ഞായറാഴ്ച ജാറത്തിന് സമീപം മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തത്. നേർച്ചാഘോഷ കമ്മിറ്റി പ്രസിഡന്റും പട്ടാമ്പി നഗരസഭാ കൗൺസിലറുമായ KR നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് മൂസിൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പി പ്രദേശത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഏറെ സ്നേഹമുള്ളവരാണ്, മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുന്നവരാണ്, പരസ്പരം സഹായിക്കാൻ മനസ്സുള്ളവരാണ്. പട്ടാമ്പി നേർച്ചയും അങ്ങനെയുള്ള ഒരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഒരു കാലഘട്ടത്തിൽ മലബാർ മേഖലയിലൂടെ ടിപ്പുവിന്റെ പടയോട്ടം നടന്നു. അതിനുശേഷം അതിലെ കുറെ പടയാളികൾ, അവശരായവർ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടവർ, തിരിച്ചു പോകാൻ കഴിയാതെ കുടുങ്ങിയ ആളുകൾ ഈ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലുമായി ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ വിശിഷ്ടാതിഥിയായി. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, TP ഷാജി, KA റഷീദ്, C ഹനീഫ മാനു, കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ വർഷത്തെ ദേശീയോത്സവത്തിൽ നല്ല അച്ചടക്കം പാലിച്ച ടീമിനെയും, നല്ല ബാനർ പ്രദർശിപ്പിച്ചവരെയും, നല്ല ബാൻഡ് സെറ്റ് കൊണ്ടുവന്ന ടീമിനെയും, നല്ല കാഴ്ച കൊണ്ടുവന്ന ടീമിനെയും ചടങ്ങിൽ ആദരിച്ചു. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മനുശ്ശേരി മേപ്പാടത്ത് വീട്ടിൽ 20-കാരനായ ശ്രീരാഗാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയാണ് അപകടം. ലോറിയെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമെന്നും പോലീസ് പറഞ്ഞു. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലാഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ തെയ്യംകെട്ട് മഹോത്സവം അരങ്ങേറും. ഫെബ്രുവരി 11 രാത്രി തെയ്യംകെട്ട് മഹോത്സവവും 12, 13 തീയതികളിലായി പൂരവും പ്രസിദ്ധമായ കാളവേലയും നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വള്ളുവനാട്ടിലെ കാളവേലാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് വിപുലമായ ആഘോഷ പരിപാടികളോടെ പ്രസിദ്ധമായ ചെറുപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലാഘോഷം നടക്കുന്നത്.
ജനുവരി 15-ന് ആരംഭിച്ച ആഘോഷ പരിപാടികൾ ഫെബ്രുവരി 12, 13, 14 തീയതികളിലായി നടക്കുന്ന വിപുലമായ ആഘോഷങ്ങളുടെ സമാപിക്കും. വ്യത്യസ്തമായ ആഘോഷ പരിപാടികളാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഉത്സവ ആഘോഷങ്ങൾക്ക് പകിട്ടേകുന്നത്. ഇത്തവണ കാളവേലാഘോഷത്തിലെ പ്രധാന ആകർഷണമാണ് ഫെബ്രുവരി 11-ന് വൈകിട്ട് നടക്കുന്ന തെയ്യം കെട്ട് മഹോത്സവം. പൂത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ ആദ്യമായാണ് കാളവേലാഘോഷത്തിന്റെ ഭാഗമായി തെയ്യം അരങ്ങേറുന്നത്. ഈശ്വരാംശമായ പൊട്ടൻ തെയ്യവും രക്തചാമുണ്ടി തെയ്യവുമാണ് പൂത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുവാൻ എത്തുന്നത്. ഭക്തർക്ക് അഭീഷ്ടകാര്യ സിദ്ധിക്കായി തെയ്യം വഴിപാട് മുൻകൂറായി രസീറ്റാക്കാവുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. 12-ന് പുത്തനാൽക്കൽ പൂരവും 13-ന് കാളവേലയും 14-ന് താലപ്പൊലിയും വർണ്ണാഭമായി ആഘോഷിക്കുമെന്നും ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടും എന്നാൽ ജനങ്ങളെ ഒട്ടും നിരുത്സാഹപ്പെടുത്താതെ അവരുടെ താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ട് ജനകീയമായിട്ടുള്ള കലകൾക്ക് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യവും ഇതിനെ രൂപകൽപ്പന ചെയ്തിട്ട് പ്രോഗ്രാമുകൾക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇക്കൊല്ലത്തെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഇക്കൊല്ലം വടക്കേ മലബാറിലെ അനുഷ്ഠാന കലയായിട്ടുള്ള തെയ്യം ഇക്കൊല്ലം ഇവിടെ അമ്പലത്തിൽ അരങ്ങേറുകയാണ്. 11-ാം തീയതി തെയ്യം അരങ്ങേറുന്നു. അന്ന് തന്നെ രാവിലെ 100 വർഷത്തിലേറെ കാലമായി സ്ഥിരമായി ക്ഷേത്രത്തിലേക്ക് കാളക്കോലങ്ങൾ ഇണക്കാലക്കോലങ്ങൾ വരുന്ന ശ്രീ ശിവശങ്കരൻ്റെ കുടുംബത്തിൽ നിന്നാണ് വരാറ്. ആ ശിവശങ്കരൻ്റെ ഒരു സ്വീകരണം, ഒരു ആദരം ക്ഷേത്രഭാഗ കൊടുക്കുന്നുണ്ട്. തുടർന്ന് 12-ാം തീയതിയാണ് പൂരം. പണ്ട് പോലീസുകാരുടെ കൂത്തെന്നും PCT എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ഇന്നിപ്പോൾ ക്ഷേത്രം നേരിട്ട് നടത്തുകയാണ്. അത് 12-ാം തീയതിയാണ്. കെട്ടുകാഴ്ചകളോടുകൂടി നഗരപ്രദക്ഷിണമാണ് പ്രധാന ചടങ്ങ്. പാണ്ഡ്യമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി 3 ഗജവീരന്മാർ ഭഗവതിയെ തടംപേറ്റി നഗരം പ്രദക്ഷിണം വയ്ക്കുന്ന ചടങ്ങാണ് അന്നുള്ളത്. തുടർന്ന് 13-ാം തീയതിയാണ് ഈ നാടിൻ്റെ ഉത്സവമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനങ്ങൾ പങ്കെടുക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഏതാണ്ട് 70-നും ഇടയ്ക്ക് ഇണക്കാള കോലങ്ങൾ കെട്ടി ഈ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന് ഏതാണ്ട് 12 മണിയോടുകൂടി വെളിച്ചപ്പാട് അരിയെറിഞ്ഞ് ക്ഷേത്ര ദർശനത്തിനുള്ള അനുമതി കൊടുക്കുന്ന ചടങ്ങ്. 13-ാം തീയതി വളരെ പ്രഗത്ഭർ പങ്കെടുക്കുന്ന പഞ്ചവാദ്യത്തോടുകൂടി മനക്കിൽ നിന്ന് എഴുന്നള്ളി താലപ്പിലയോടുകൂടി ഈ വർഷത്തെ കാളവേല ആഘോഷങ്ങൾ അവസാനിക്കുകയാണ്. തുടർന്ന് 21-ാം തീയതി കൊടിയിറങ്ങുന്നതോടുകൂടി എല്ലാ ചടങ്ങുകൾക്കും പരിസമാപ്തി കുറിക്കുകയാണ്. ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ KB രാജേന്ദ്രൻ, ചീഫ് കോർഡിനേറ്റർ K ബാലകൃഷ്ണൻ, ക്ഷേത്രം പ്രസിഡന്റ് P ശ്രീകുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം പകൽ പരിപാലന കേന്ദ്രത്തിൽ SC വയോജന ആയുർവേദ ക്യാമ്പും വയോജന സംഗമവും സംഘടിപ്പിച്ചു. വയോജന സംഗമം സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജികയും ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മറ്റുള്ളവരുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വയസ്സ് നമുക്ക് തോന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ റിട്ടയർ ചെയ്താൽ മതി, രോഗങ്ങൾ ഇങ്ങനെ പതുക്കെ പടികടന്ന് വരും. ഓരോ രോഗമായിട്ട് ഷുഗറായിട്ടും അതുപോലെ ഇങ്ങനെ പല രോഗങ്ങളും വരും. പക്ഷേ ആ രോഗങ്ങളെ നമ്മൾ തടഞ്ഞു നിർത്തുന്നത് നമ്മൾ നിരന്തരമായിട്ട് അതിനോട് പോരാടുമ്പോഴാണ്. എപ്പോഴും നമ്മളങ്ങനെ നമ്മുടെ ശക്തി നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നമ്മളായിട്ട് തീരാൻ കഴിയുന്നത്. ജില്ലാ പഞ്ചായത്ത് SC ഫണ്ട് 2 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പഞ്ചായത്തിൽ ഓരോ SC കോളനിയിലും കേന്ദ്രീകരിച്ച് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. SC കോളനികളിലെ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്കായാണ് ക്യാമ്പ്. വയോജന സംഗമം ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് C രാജിക അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, മെമ്പർമാരായ C ഹരിദാസൻ, K സുമതി, KK ലീനി, രാജശ്രീ S, MK പ്രദീപ്, ഉഷാകുമാരി, C ലീല, പ്രിയ, CDS ചെയർപേഴ്സൺ T സൗമ്യ, ദിവ്യ E തുടങ്ങിയവർ പങ്കെടുത്തു. ആയുർവേദ ഡോക്ടർ അനീജ ക്ലാസ് എടുത്തു. MSS വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റിയും അലനല്ലൂർ യൂണിറ്റും സ്ത്രീകൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. MSS ജില്ലാ പ്രസിഡന്റ് P ഹസൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. MSS വനിതാ വിംഗ് ജില്ലാ കമ്മിറ്റിയും അലനല്ലൂർ യൂണിറ്റും ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വനിതാ വിംഗ് അലനല്ലൂർ യൂണിറ്റും സംയുക്തമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്.
ആരോഗ്യ ബോധവൽക്കരണ ക്ലാസിനും ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിലെ പരിശോധനയ്ക്കും ഡോക്ടർ ആമിന നൌഷാദ്, സാറ സലീം എന്നിവർ നേതൃത്വം നൽകി. കൂടാതെ പ്രഷർ, ഷുഗർ പരിശോധനയും ഉണ്ടായിരുന്നു. 100ഓളം പേർ ചികിത്സ തേടിയെത്തി. തുടർ ചികിത്സ ആവശ്യമായി വന്നവർക്ക് കിംസ് അൽഷിഫയിൽ നിശ്ചിത ശതമാനം ഇളവുകൾ നൽകും. അലനല്ലൂർ AMLP സ്കൂളിൽ നടന്ന ക്യാമ്പ് MSS ജില്ലാ പ്രസിഡന്റ് P. ഹസൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. MSS വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് സൗജത് തയ്യിൽ അധ്യക്ഷയായി. KA സുദർശനകുമാർ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് M. അബ്ദുൽ അസീസ്, അലനല്ലൂർ റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി പ്രസിഡന്റ് ഹബീബുള്ള അൻസാരി, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി അരവിന്ദാക്ഷൻ ചൂരക്കാട്ടിൽ, അബൂബക്കർ കാപ്പുങ്ങൽ, MSS യൂത്ത് വിംഗ് സംസ്ഥാന ട്രഷറർ KH ഫഹദ്, അൽഷിഫ PRO അബ്ദുൾ ഷാക്കിർ, MSS വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി UK സുബൈദ, ട്രഷറർ സജിമ മുട്ടിക്കൽ, രുക്മിണി ഭീമനാട്, സൈനുദ്ദീൻ ആലായൻ, റഫീഖ് കളത്തിൽ, ആലായൻ മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. എഴുവന്തല അറയിൽ ഭഗവതി ക്ഷേത്രത്തിൽ 19ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും താലപ്പൊലി മഹോത്സവത്തിനും തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. Krishna Krishna pahi ma Krishna 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 pahi ma Rama 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 pahi ma Rama 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 pahi ma Krishna 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 pahi ma Krishna 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 ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടുകൂടിയാണ് പ്രസിദ്ധമായ എഴുവന്തല അറയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായത്. ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ കിരാതമൂർത്തി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കൊടിയേറ്റം നടത്തി. ഗുരുവായൂരപ്പദാസൻ വിജു ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വൈകിട്ട് പ്രശസ്ത ആത്മീയ പ്രഭാഷകൻ ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 7 ദിവസം അവിടെ ഒരു ഭഗവാന്റെ വൈകുണ്ഠമായിട്ട് മാറാൻ പോവാണ്. എവിടെയാണോ സപ്താഹം നടക്കുന്നത് അവിടെ ഭഗവാൻ വന്നിരുന്ന് കേൾക്കും. ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാവും അവിടെ എന്നാണ് പറയുന്നത്. 19ാമത്തെ വർഷമാണ് സപ്താഹം നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാളേറെ സന്തോഷം. 19 വർഷം കൊണ്ട് ഈ നാട്ടിലുള്ളവർക്ക് എത്രത്തോളം ആധ്യാത്മിക പുരോഗതി ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 19ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിനും തുടക്കമായി. ഗുരുവായൂരപ്പദാസൻ വിജു ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. ഈ വർഷത്തെ ദേവിദാസ പുരസ്കാര ജേതാവ് ക്ഷേത്രം വെളിച്ചപ്പാടായ M. അനിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രം ചെയർമാൻ KP ബാബുരാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ KP മുരളീധരൻ, ഗിരീഷ് എംബ്രാന്തിരി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുളയങ്കാവ് അമാദാസ് മാസ്റ്റർ അവതരിപ്പിച്ച സോപാന സംഗീതവും അരങ്ങേറി. ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും പ്രസാദഊട്ട്, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. ഫെബ്രുവരി 11-നാണ് താലപ്പൊലി. ഒറ്റപ്പാലം പാലപ്പുറത്തിന് സമീപം യാത്രക്കിടെ ട്രെയിനിൽ നിന്നും തെറിച്ചു വീണു പരിക്കേറ്റ നിലയിൽ കിടന്ന യുവാവിനെ മറ്റൊരു ട്രെയിൻ തട്ടി. 2 അപകടങ്ങളിൽപ്പെട്ട ആലുവ സ്വദേശിക്ക് ഗുരുതര പരിക്കേറ്റു. ഞായറാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. ഒറ്റപ്പാലം പാലപ്പുറത്തിന് സമീപം യാത്രക്കിടെ ട്രെയിനിൽ നിന്നും തെറിച്ചു വീണ് പരിക്കേറ്റ നിലയിൽ കിടന്ന യുവാവിനെ മറ്റൊരു ട്രെയിൻ തട്ടുകയായിരുന്നു. 2 അപകടങ്ങളിലും കാലുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ ആലുവ സ്വദേശി അൻസലിനെ ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ കയ്യിൽ നിന്ന് ആലുവയിലേക്കുള്ള ട്രെയിൻ ടിക്കറ്റ് കണ്ടെടുത്തു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെരിന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്പിറ്റലിന്റെ 15ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനം മലപ്പുറം ജില്ലാ കളക്ടർ VR ബിനോദ് ഉദ്ഘാടനം ചെയ്തു.
മുൻ ADM NM മെഹ്റലി മുഖ്യാതിഥിയായി. KR രവി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, ബിജുമോൻ പന്തിരുകുലം, ഡോക്ടർ അശോക് വത്സല, CV സദാശിവൻ, C സേതുമാധവൻ, സ്നേഹതീരം സെക്രട്ടറി KT വിജയകുമാർ, K ഗോപകുമാർ, K പ്രസാദ്, KP രമേശ്, PC ശങ്കരനാരായണൻ, അംബികാദേവി, ഹോസ്റ്റൽ വിദ്യാർത്ഥി ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. രാവിലെ നടന്ന ഉദ്ഘാടന സമ്മേളനം നഗരസഭാ ചെയർമാൻ P ഷാജി ഉദ്ഘാടനം ചെയ്തു. സ്നേഹതീരം പ്രസിഡന്റ് KP രാമചന്ദ്രൻ അധ്യക്ഷനായി. ഡോക്ടർ അമൃതം കൃഷ്ണദാസ്, MM മുസ്തഫ, നെച്ചിയിൽ മൻസൂർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. UAE ഫുജൈറയിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി +1 വിദ്യാർത്ഥിനി S ശ്രീനന്ദനയും തൃത്താല കല്ലടത്തൂർ ചിന്മയ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ശ്രീനന്ദന. റോബോട്ടിക്സ് ഇനത്തിലാണ് ശ്രീനന്ദന പങ്കെടുക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. UK ലണ്ടൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ പബ്ലിക്കേഷനാണ് ഇന്റർനാഷണൽ ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 10-നാണ് UAE ഫുജൈറയിൽ ഫെസ്റ്റ് നടക്കുന്നത്. റോബോട്ടിക്സ് വിഭാഗത്തിൽ നദികളിലെയും മറ്റ് ജലാശയങ്ങളിലെയും മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള പ്രൊജക്റ്റാണ് ശ്രീനന്ദനയ്ക്ക് ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ അവസരം നേടിക്കൊടുത്തത്. സ്കൂളിനെ സംബന്ധിച്ച് അഭിമാന നേട്ടമാണിതെന്നും അധ്യാപകരും മാനേജ്മെൻറ്റും പറഞ്ഞു. നമ്മുടെ സ്കൂള് സൈബർ സ്ക്വയർ AI കോഡിങ്ങിൻ്റെ ഈ ഒരു അക്കാഡമിക് ഇയറാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇൻ ദാറ്റ് ലാസ്റ്റ് മന്ത് വി ഹാഡ് എ ഡിജിറ്റൽ ഫെസ്റ്റ്. അതിലാണ് നമ്മൾ +1 കുട്ടിക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സൈബർ സ്ക്വയറിൻ്റെ ടീമിൻ്റെ മെമ്പേഴ്സ് വന്നിട്ടാണ് കുട്ടീനെ സെലക്ട് ചെയ്തത്. സോ ഷീ ഹാസ് ഗോട്ട് ദി ഓപ്പർച്യൂണിറ്റി ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ UAE ഫിജ്റയിൽ എമിനൻറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് കോമ്പറ്റീഷൻ നടത്താൻ പോണത്. ദാറ്റ് ഈസ് ഓൺ ഫെബ്രുവരി 10-നാണ് പോണത്. അപ്പോൾ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദി മാനേജ്മെൻറ്റ് നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്. പിന്നെ നമ്മളെ കൂടെ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ട്രസ്റ്റി ഇൻചാർജാണ് അഡ്വക്കേറ്റ് പ്രസാദ് സർ. പിന്നെ സൈബർ സ്കീമിൻ്റെ ടീം മെമ്പറാണ് മിസ്റ്റർ ഹരി. ശ്രീനന്ദനാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് ആൻഡ് വൈസ് പ്രിൻസിപ്പളാണ് ഗീത PV. ശരിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ വിദ്യാഭ്യാസ NEP-യുടെ 2020 പറയുന്ന സ്കിൽ സബ്ജക്റ്റുകളുടെ പ്രാധാന്യം കേരള ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും കുട്ടികൾക്ക് പ്രൊജക്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പഴയ ആ കോൺസെപ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് AI കോഡിംഗ് റോബോട്ടിക്സ് എന്നുള്ളതിലേക്ക് മാറിയിട്ടുണ്ട്. ഏകദേശം UAE തന്നെ ഏകദേശം 2 ലക്ഷം ഗോൾഡൻ വിസകളാണ് ഈ കുട്ടികളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ പാലക്കാട് നിന്നും പ്രത്യേകിച്ച് പാലക്കാട് നിന്നും ഈ രീതിയിൽ അതെങ്കിൽ പുതിയ ടെക്നോളജികളിൽ കുട്ടികൾ വളർന്നു വരുന്ന സാഹചര്യം അവർക്ക് സൈബർ സ്ക്വയർ എന്നുള്ളൊരു കമ്പനി കോഡിംഗ് AI ഇത്തരം അവസരങ്ങൾ നമ്മുടെ HK സ്കൂൾ ട്രെൻഡ്സ് എന്നുള്ള കേരളത്തിൽ അവരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് നാഷണലി ഇൻ്റർനാഷണലി ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഇൻ്റർനാഷണലി അതായത് ലോകോത്തര അവസരങ്ങൾ കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ശരിക്കും ഒരു പാലക്കാടിന് തന്നെ ഒരു മാറ്റം വരാവുന്നൊരു കാര്യമാണ് വിദ്യാഭ്യാസ മേഖലയിൽ. മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ കൂടിയും പങ്കെടുക്കുന്ന ഫെസ്റ്റിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ശ്രീനന്ദനയും പറഞ്ഞു. ഞാൻ ഒരു റോബോട്ടിനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റിവർ ക്ലീനിങ് ഫ്ലോട്ടിംഗ് വേസ്റ്റ് ക്ലീനിങ് റോബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ സ്കൂളിൽ നടത്തിയ ഡിജിറ്റൽ ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു റോബോട്ടാണ്. നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് വേസ്റ്റ് ഉണ്ടാവുമല്ലോ റിവറിലുള്ളതൊക്കെ, അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോബോട്ടിനെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു ബ്ലൂടൂത്ത് ബേസ്ഡ് റോബോട്ടാണ്. നമ്മളുടെ മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ബ്ലൂടൂത്ത് കാറില്ലേ, കളിക്കണ പോലത്തെ ടോയ് കാറ്, അതുപോലെ മൊബൈൽ വെച്ച് കൺട്രോൾ ചെയ്തിട്ട് മൂവ് ചെയ്യാനുള്ള മെക്കാനിസമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ശ്രീനന്ദന തൻ്റെ പ്രൊജക്റ്റ് വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ രമാ മാധവൻ നായർ, ട്രസ്റ്റി ഇൻചാർജ് CP പ്രസാദ്, വൈസ് പ്രിൻസിപ്പൽ ഗീത, CO M ഹരികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കലർപ്പില്ലാത്ത കരുതലുമായി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നാട്ടുചന്ത നാടിനു സമർപ്പിച്ചു. നാട്ടുചന്ത സഹകരണ മേഖലയ്ക്ക് മാതൃകയാണെന്ന് ഉദ്ഘാടനം ചെയ്ത മന്ത്രി VN വാസവൻ പറഞ്ഞു. ആവശ്യ സാധനങ്ങളും ഇറച്ചിയും മീനും പച്ചക്കറികളും പഴങ്ങളും ലാബും ഉൾപ്പെടെ എല്ലാം ഒരു കുടക്കീഴിലൊരുക്കിയാണ് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് നാട്ടുചന്ത ഒരുക്കിയിരിക്കുന്നത്. കലർപ്പില്ലാത്ത ഭക്ഷണം ലഭ്യമാക്കുന്ന ഇടമെന്ന ലക്ഷ്യവുമായാണ് നാട്ടുചന്ത പ്രവർത്തനം തുടങ്ങിയത്.
വൈവിധ്യങ്ങളുടെ കലവറ ഒരുക്കിയ നാട്ടുചന്ത സഹകരണ മേഖലയ്ക്ക് മാതൃകയാണെന്ന് മന്ത്രി പറഞ്ഞു. സഹകരണ മേഖലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഒരുക്കിയ നാട്ടുചന്ത. കീടനാശിനിയില്ലാത്ത ഭക്ഷണം പ്രദാനം ചെയ്യുന്ന വിധത്തിൽ ഒരുക്കിയ നാട്ടുചന്ത മണ്ണാർക്കാടിനും സഹകരണ പ്രസ്ഥാനത്തിനും അഭിമാനകരമാണ്. കേരളത്തിലെ ക്രെഡിറ്റ് സംഘങ്ങളിൽ ഇത്രയധികം വൈവിധ്യങ്ങളുള്ള പദ്ധതികളുമായി മുന്നോട്ട് വന്ന മറ്റൊരു ക്രെഡിറ്റ് സംഘം ഉണ്ടോ എന്ന് സംശയമാണ്. ഇതായിരിക്കും കേരളത്തിലെ ആദ്യത്തേത്. ഇത് കച്ചവടം മാത്രമല്ല, സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൂടിയാണ് തെളിയിക്കുന്നത്. ഇതിന് മേൽനോട്ടം വഹിച്ച ഭരണസമിതിയെയും സെക്രട്ടറി എം പുരുഷോത്തമന്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാരെയും അണിയറ ശില്പികളെയും അഭിനന്ദിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. മണ്ണാർക്കാട് മേഖലയെ സംബന്ധിച്ച് വിശേഷിച്ചു അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങൾ പകർന്നു വരുന്നു. സഹകരണ മേഖലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമ്മളെ ഏതാണ്ട് 1 മണിക്കൂർ സമയമെടുത്ത് ചുറ്റി നടന്ന് കണ്ടാൽ ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും വൈവിധ്യങ്ങളായ പ്രോജക്റ്റുകൾ, അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യങ്ങളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും ഉത്പാദിപ്പിച്ച് മര്യാദ വിലയ്ക്ക്, അതോടൊപ്പം കേടുകൂടാതെ കീടനാശിനിയുടെ പ്രയോഗമില്ലാതെ എല്ലാ വിഭവങ്ങളും നമുക്ക് ഏറ്റവും നല്ല ആഹാരം പ്രദാനം ചെയ്യുന്ന തരത്തിലേക്ക് നാട്ടുചന്ത എന്ന പേരിൽ സമാരംഭിക്കുന്ന ഈ നീതി സൂപ്പർ മാർക്കറ്റ് ഈ നാടിന് അഭിമാനകരമാണ്. സഹകരണ മേഖലയിലെ വിവിധങ്ങളായ കാർഷിക വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിച്ച് ഇന്ന് വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യും. ചിലർ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ വിൽക്കുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും കോപ്പാട്ട് സ്ഥാപിച്ച് ഒരു കുടക്കീഴിൽ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്ന പ്രയോഗം നടപ്പിലാക്കി വരുന്നു. അതിനെല്ലാം മുതൽക്കൂട്ടായി മാറിയിരിക്കുന്നു ഇവിടെ മണ്ണാർക്കാട് ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ള നീതി സൂപ്പർ മാർക്കറ്റ്. ഒരുപക്ഷെ കേരളത്തിലെ ക്രെഡിറ്റ് സംഘങ്ങളിൽ ഇത്രയധികം വൈവിധ്യങ്ങളായ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് വന്ന് അതിന് പശ്ചാത്തല സൗകര്യം വിപുലവും വിശാലവുമായി ഒരുക്കി മുന്നോട്ട് വന്നിട്ടുള്ള മറ്റൊരു ക്രെഡിറ്റ് സംഘം ഉണ്ടോ എന്ന് സംശയമാണ്. ഒരുപക്ഷെ ഇതായിരിക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനം. ഈ ബാങ്കിലൂടെ സഹകരണ പ്രസ്ഥാനത്തിന് കൈവരിക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ പൊതുവിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. തുടർന്നും അവരുടെ പ്രവർത്തനങ്ങൾ വിവരങ്ങളിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ എല്ലാ തരത്തിലുമുള്ള അണിയറ ശില്പികളെ ആവർത്തിച്ച് അനുമോദിക്കുക. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ അധ്യക്ഷത വഹിച്ചു. ഓസോൺ വാഷ് പ്ലാന്റ് ഗോപി കോട്ടമുറിക്കലും, നീതി സൂപ്പർ മാർക്കറ്റ് കേരള ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ.സി. സഹദേവൻ, ഹണി പ്രോസസിംഗ് യൂണിറ്റ് നബാർഡ് ഡെപ്യൂട്ടി മാനേജർ എസ്. സജീവും, റപ്പൈനിംഗ് ചേംബർ നഗരസഭാ അധ്യക്ഷൻ സി. മുഹമ്മദ് ബഷീറും, കോൾഡ് സ്റ്റോറേജ് CPM ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണനും, ഫിഷ് മീറ്റ് സ്റ്റാളുകൾ തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ. ഷൗക്കത്ത് അലിയും ഉദ്ഘാടനം ചെയ്തു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പി. ഉദയൻ, സഹകരണ സംഘം ജോയിന്റ് ഡയറക്ടർ വിജയലക്ഷ്മി, ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ, സെക്രട്ടറി എം. പുരുഷോത്തമൻ, കൗൺസിലർ അരുൺകുമാർ പാലകുർശി, CPI മണ്ഡലം സെക്രട്ടറി AK അബ്ദുൾ അസീസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TA സലാം, BJP ജില്ലാ സെക്രട്ടറി B. മനോജ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു എന്നിവർ പ്രസംഗിച്ചു. വല്ലപ്പുഴ ചേരിക്കല്ല് ഗ്രാമസംസ്കൃതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സാംസ്കാരിക സദസ്സും അനുമോദന സമ്മേളനവും സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം ഉദ്ഘാടനം ചെയ്തു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് അധ്യക്ഷത വഹിച്ചു. C. സുദീപ് കുമാർ, VP ജയപ്രകാശ്, KT ജയരാജ്, P. സുഷിന, E. യമുനാദേവി, ലൈബ്രറിയൻ ചന്ദ്രശേഖരൻ, CK അഷ്റഫ്, ദിവ്യ എന്നിവർ സംസാരിച്ചു. സത്യത്തിൽ ദളിതന്റെ വിമോചനം സാധ്യമാവുകയും നമ്മുടെ കുട്ടികളെ പഠിച്ചു വലുതാവണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ പ്രാപ്തമാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് റെമഡി, പരിഹാരം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കുട്ടികളെ മാന്യമായി പഠിപ്പിക്കാൻ കലയിലൂടെയാണെങ്കിൽ പഠിക്കട്ടെ. ഇപ്പം എൻ്റെ സുഹൃത്തുണ്ട് പെരിങ്ങോട് ചന്ദ്രേട്ടന് കൊട്ടാൻ പറ്റിയില്ല. ചെർപ്പശ്ശേരി കുറ്റിക്കോട് ഇംഗ്ലീഷ് മീഡിയം സെൻട്രൽ സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തിലെ ഫാമിലി ടാലന്റ് ഷോ പരിപാടി അതിവിപുലമായി നടത്തി. സമാപന ചടങ്ങ് ചെർപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി. രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കുറ്റിക്കോട് ഇംഗ്ലീഷ് മീഡിയം സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് ഫാമിലി ടാലന്റ് ഷോ നടന്നത്. പരിപാടിയുടെ സമാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിലെ ഇന്നത്തെ ദിവസം എല്ലാവിധ ആഘോഷങ്ങളും നടത്തി ആണ് ഇന്നിവിടെ ഞങ്ങൾ ഇരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ
കേരളത്തിലെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്ന് കാണുന്ന കേരളത്തെ കെട്ടിപ്പടുത്തത് ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നമുക്കെല്ലാവർക്കും മറ്റു ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമായി ഐക്യബോധത്തോടുകൂടി ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് കളിക്കാനും ഒന്നിച്ച് പഠിക്കാനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും അങ്ങനെ എല്ലാവർക്കും ഒരു ഐക്യബോധത്തോടുകൂടി നമ്മുടെ സമൂഹത്തെ വാർത്തെടുത്തതിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഏറ്റവും നിർണായക പങ്കുവഹിച്ചത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫ്ന പാറക്കൽ അധ്യക്ഷത വഹിച്ചു. മാനേജർ മുഹമ്മദ്, അഡ്മിനിസ്ട്രേറ്റർ സുഹറ, സ്കൂൾ പ്രിൻസിപ്പൽ ശാന്തി, കൗൺസിലർ അനീസ, MPS മെമ്പർ ചോലയിൽ ബക്കർ, സ്കൂൾ ലീഡർ ഇഷ സാലിമി തുടങ്ങിയവർ സംസാരിച്ചു. ബെസ്റ്റ് ടാലന്റ് ഫാമിലിയായി ചെമ്പത്ത് ശിവപ്രസാദിന്റെ കുടുംബത്തെ തിരഞ്ഞെടുത്തു. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കുടുംബത്തിനും പ്രോത്സാഹന സമ്മാനങ്ങളും മാനേജ്മെന്റ് നൽകി. കുട്ടികളുടെ വിവിധതരം കലാപരിപാടികളും പരിപാടിയിൽ അരങ്ങേറി. ആരോരുമില്ലാതെ കഷ്ടപ്പെടുന്നോർക്ക് ആരംഭമായി നീ നിൽക്കണമേ ഇരുട്ടിൽ കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിർ കോരുന്ന ഒരാഴ്ചയുണ്ട്. പാടത്തെ പാട് കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. ഗ്യാൻവാപ്പി മസ്ജിദിൽ പൂജ നടത്താൻ അനുമതി നൽകിയ കോടതി വിധിക്കെതിരെ വെൽഫെയർ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റി വല്ലപ്പുഴയിൽ പ്രകടനം സംഘടിപ്പിച്ചു. യാറം സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് ഷമീർ കരിങ്ങനാട്, സെക്രട്ടറി മുജീബ് വല്ലപ്പുഴ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ.സി. നാസർ, മൊയ്തീൻകുട്ടി, വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ഷക്കീല കരിങ്ങനാട്, പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഷെഹർബാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്ത്യയുടെ മതനിരപേക്ഷത ഇല്ലാതാക്കുന്ന കോടതി വിധി കോടതികൾ പുനഃപരിശോധിക്കണമെന്ന് പ്രകടനത്തിൽ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ യുവകവി ഇ സനോജ് എഴുതിയ ചിനക്കത്തൂരിന്റെ ഭക്തിഗാന CD പ്രകാശനം ചെയ്തു. എറക്കോട്ടറി ദേശക്കാരായ ശില്പി രാമകൃഷ്ണൻ പുത്തൻവീട്ടിൽ ശശീന്ദ്രൻ നൽകിക്കൊണ്ട് അനുഗ്രഹം ചൊരിയു ദേവി അമ്മേ എന്ന് പേരിട്ടിരിക്കുന്ന CD പ്രകാശനം ചെയ്തു. ചടങ്ങിൽ പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരൻ സദാനന്ദ പുലവർ, സിനിമാ നിർമ്മാതാവ് M. മുകുന്ദൻ, മറ്റു ഭാരവാഹികളും പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി മരുതൂർ തൊണ്ടിയന്നൂരിലെ കരിങ്കൽ കോറി താലൂക്ക് വികസന സമിതി യോഗത്തിലും പരാതി. അടുത്ത ദിവസം തന്നെ പാറമട സന്ദർശിച്ച് റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറുമെന്ന് ഭൂരേഖ തഹസിൽദാർ ഗിരിജ ദേവി.
മണർക്കാട് സേവ്യർ ആശുപത്രി നിക്ഷേപ തട്ടിപ്പ് ഷെയർ ഹോൾഡർമാരുടെ യോഗം വിളിച്ചു ചേർക്കാമെന്ന് പറഞ്ഞ് ഉടമ മുങ്ങി. സേവ്യർ ആശുപത്രിക്ക് മുൻപിലും റിഷാദിന്റെ വീടിന് മുൻപിലും പന്തൽ കെട്ടി സമരം നടത്തുമെന്ന് നിക്ഷേപകർ. അംഗനവാടികളിൽ ഉച്ചഭക്ഷണത്തിന് അരിയില്ല. ഭിക്ഷാടന സമരവുമായി മുസ്ലിം ലീഗ്. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഭിക്ഷാടനത്തിനായി വീടുകൾ കയറിയിറങ്ങിയത്. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ കാളവേലാഘോഷത്തിന്റെ ഭാഗമായി ഇത്തവണ തെയ്യം കെട്ട് മഹോത്സവവും ഫെബ്രുവരി 12, 13 തീയതികളിലായി പൂരവും പ്രസിദ്ധമായ കാളവേലയും നടക്കും. ഒറ്റപ്പാലം കണിയമ്പുറത്ത് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മനുശ്ശേരി സ്വദേശി ശ്രീരാഗാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.